അഭിയന്റെ പിതാവിനോടാണ് ആദ്യത്തെ എന്റെ ആശംസ. നമ്മുടെ നസ്രാണി മുന്നേറ്റം വിജയിക്കണമെങ്കിൽ നമ്മുടെ നസ്രാണികള് ഇനി മുതൽ രാഷ്ട്രീയമായിട്ട് കൃത്യമായ നിലപാടുകൾ എടുക്കണം. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ അവരോട് കൃത്യമായി തുറന്ന കാര്യങ്ങൾ പറയുവാൻ അഭിമന്യ തറയിൽ പിതാവിനെ പോലെ ചങ്കൂറ്റമുള്ള ബിഷപ്പുമാര് ഈ നാട്ടിൽ വരണം. ഇനി മുതൽ നമ്മൾ ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് നമ്മളെ തമസ്കരിക്കുവാൻ ആരെങ്കിലും മുതിർന്നാൽ ഈ ന്യൂനപക്ഷത്തിന് ആരെയും ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും തോൽപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ നമുക്ക് നസ്രാണികൾക്ക് സാധിക്കും. അഭിമന്യ തറയിൽ പിതാവ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളുകളിൽ ESA വിഷയത്തിൽ വലിയ കോലാഹലം നടന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് അഭിമന്യ തോമസ് തറയിൽ പിതാവ് നമ്മുടെ 13 MLA-മാരെ തിരുവനന്തപുരം ലൂർദ് കത്തീഡ്രലിൽ വിളിച്ച് അവർക്കൊരു സ്വീകരണം കൊടുത്ത് അതിൽ വെച്ച് അവരോട് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. നമ്മുടെ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, നിങ്ങൾ നിയമസഭയിൽ ഇത് അവതരിപ്പിക്കണമെന്ന്. ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് സാറ്, അദ്ദേഹം ഞങ്ങളുടെ രൂപതക്കാരനാണ്. അദ്ദേഹം അഭിമന്യ പിതാവിനോട് പറഞ്ഞു, പിതാവേ, നാളെ തന്നെ നിയമസഭയിൽ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കും. കേരളത്തില് അതിന് ആർജവത്വമുള്ള ഒരു മെത്രാപ്പോലീത്ത ഇവിടെ ഉണ്ട് എന്നത് നമുക്ക് അഭിമാനകരമാണ്. പ്രിയപ്പെട്ടവരെ, വരുന്ന ആളുകളില് ഇത് നമ്മൾ തുടരണം. ഞാൻ പറയും, രാഷ്ട്രീയ നേതാക്കളോട് മുഖത്ത് നോക്കി നമ്മൾ പറയണം, സമുദായത്തോട് കൂറുള്ളവരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും. ഈ അടുത്ത നാളില് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അതിപ്രധാനമായ ഒരു പൊസിഷൻ വഹിക്കുന്ന നേതാവ് ഞങ്ങളുടെ തലശ്ശേരിയിൽ വന്നു. അഭിമന്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന്റെ സാന്നിധ്യത്തില് അടച്ചിട്ട മുറിയിലിരുന്ന് സംസാരിക്കാൻ എനിക്കും അവസരം കിട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സാറേ, ഞങ്ങളുടെ ആളുകൾ കൂടുതൽ അധിവസിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പാർട്ടിയിലുള്ള ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. തഴഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് എന്ന് പറഞ്ഞു. അത് നമ്മൾ ആവർത്തിക്കണം. ഞാൻ പറയും, ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളില്, തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും അതിനപ്പുറത്തേക്കുള്ള തിരഞ്ഞെടുപ്പുകളും അഭിമന്യ പിതാവെ കൃത്യമായി നമ്മൾ പ്ലാനുകളിലൂടെ നമ്മുടെ സമുദായത്തോട് കൂറുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. നമ്മള് ജനകീയമായ ഒരു വിലയിരുത്തൽ നടത്തണം. ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരായാലും, MLA-മാരായാൽ MP-മാരായാൽ അവര് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല. നമ്മുടെ സമുദായത്തിന്റെ ആവശ്യം വന്നപ്പോൾ പുറന്നിരിഞ്ഞ് നിന്നവരാണെങ്കിൽ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നമ്മുടെ ചുണക്കുട്ടികളായ സമുദായ അംഗങ്ങളെ മാത്രമേ, സമുദായത്തിന് വേണ്ടി നിൽക്കുന്നവരെ മാത്രമേ നമ്മൾ പിന്തുണയ്ക്കുകയുള്ളൂ എന്ന് അഭിമന്യ പിതാക്കന്മാരും നമ്മുടെ നേതാക്കന്മാരും നിലപാടെടുത്താൽ മാറുന്നതേ ഉള്ളൂ ഈ കേരള രാഷ്ട്രീയത്തിലെ, ഈ കേരള സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും. നിങ്ങൾക്കറിയാമോ, ഈ അടുത്ത കാലത്ത്, ഇന്ന് ഞാൻ കുവൈറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട രാജീവ് സാറിനോട് വരികയാണ്. വലിയൊരു സമ്മേളനം അവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ നസ്രാണി മുന്നേറ്റമാണ് അവിടെ നടക്കുന്നത്. ലോകമെമ്പാടും കത്തോലിക്ക കോൺഗ്രസിലൂടെ അതിശക്തമായ നസ്രാണി മുന്നേറ്റം നടക്കുന്നു എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ UAE-യിൽ ഇതുപോലെ ഒരു സമ്മേളനം നടത്തി. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ഉണ്ടായിരുന്നു, റെമീജിയസ് പിതാവ് ഉണ്ടായിരുന്നു. മടക്കയാത്രയിൽ ആകസ്മികമായിട്ട് എന്റെ അടുത്ത് വന്നിരുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രിയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു രാത്രി മുഴുവൻ അടുത്തിരുന്ന് യാത്ര ചെയ്തപ്പോൾ പറഞ്ഞു, സാറേ, ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ്സുകാര് ആലക്കോട് വെച്ച് ഒരു സമ്മേളനം നടത്തി. അതിൽ അഭിമന്യ പാമ്പ്ളാനി പിതാവ് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് ആലക്കോട് നിന്ന് മലമുകളിലേക്കുള്ള കാപ്പിമല എന്ന ഇടവകയിലേക്കുള്ള റോഡ് താറുമാറായിട്ട് 10ഓളം വർഷങ്ങളായി. എന്തുമാത്രം നിവേദനങ്ങൾ കൊടുത്തു, സമരങ്ങൾ ചെയ്തു. അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭിമന്യ പാമ്പ്ളാനി പിതാവിലൂടെ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ മന്ത്രി എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അതിനച്ഛാ, ഇത്ര കോലാഹലൊന്നും ഉണ്ടാകണ്ട, അച്ഛൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞാൻ ശരിയാക്കി തരാമെന്ന്. കഴിഞ്ഞ ദിവസം ആ റോഡ് അദ്ദേഹം പാസ്സാക്കി തന്നു. പ്രിയപ്പെട്ടവർ, ഇത്രയേ ഉള്ളൂ.
ഇവർക്കിത് ചെയ്തു തരാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ സർക്കാരുകൾക്ക് പരിഹരിക്കാൻ പാടില്ലാത്ത കീറാമുട്ടിയൊന്നുമല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ നസ്രാണികൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികള്. രൂപതകള് അവരുടെ വഴിക്ക് പോകുന്നു, സംഘടനകള് അവരുടെ വഴിക്ക് പോകുന്നു. അതിനൊക്കെ ഒരു മാറ്റം വരികയാണ് കത്തോലിക്ക കോൺഗ്രസിലൂടെ. അഭിയന്യ പിതാക്കന്മാര് തരുന്ന ധീരമായ നേതൃത്വത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അഭിയന്യ പിതാവെ, നമ്മുടെ ഓരോ രൂപതയിലും നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിലൂടെ നസ്രാണികളെ ഒരുമിപ്പിച്ച് നിർത്തി ഈ സമൂഹത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കുവാൻ, ഇവിടുത്തെ സർക്കാരുകളെ പ്രേരിപ്പിക്കുവാനുള്ള ശക്തി നമുക്കുണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ജയ് കത്തോലിക്ക കോൺഗ്രസ്.